വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു സോ മച്ച്. കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. കണ്ണൂർ തളിപ്പറമ്പാണ് എൻ്റെ വീട്. നമ്മൾ ഒന്ന് സംസാരിച്ച് മനസ്സിലായി ഇവർ 3 പേരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 3 പേരെ നേരത്തെ തന്നെ അറിയാം അല്ലേ? ഒരുമിച്ച് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്? ഇന്ന് കുറച്ച് സ്റ്റാറുകളുടെ ലൈവ് വോയിസ് ആണ്. കുറച്ചൊന്നും അല്ല കേട്ടോ, ഒരു ലോഡ് സാധനമുള്ള ആളാ. വെറുതെ കുറച്ചെന്നൊക്കെ പറയണതാ. അപ്പോൾ അത് നസീർക്കാട് വോയിസ്, ലൈവ് വോയിസ്, നാദർഷിക്കാട് വോയിസ്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള്. അപ്പൊ അതിലൂടെ ചാറ്റ് ചെയ്തിട്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ആണല്ലോ, അപ്പം ഇവരാണല്ലോ ഒരു എനർജി. അപ്പൊ അവരിൽ നിന്ന് തുടങ്ങാം. തുടങ്ങട്ടെ? ഹായ്, നമസ്കാരം, അസ്സലാമു അലൈക്കും, വന്ദനം. ഞാൻ നിങ്ങളുടെ സ്വന്തം നാദിർഷ. അപ്പൊ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഗോപിക, ഇന്ന് നമ്മുടെ ഒരുപാട് താരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സില് നമ്മുടെ പ്രിയപ്പെട്ട നസീർ ഉണ്ട്, നമ്മുടെ കോട്ടയം നസീർ. അപ്പൊ നസീറിനെ നമുക്ക് വിളിക്കാം അല്ലേ? ആ നസീറെ, എന്നാ ഉണ്ടിക്കാ നസീറെ, ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് അവരെയൊക്കെ വിളിക്കാം. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിനെ പറ്റി നസീറിന് എന്താണ് പറയാനുള്ളത്? ഒരുപാട് നല്ല കഴിവുള്ള കലാകാരന്മാർ വളർത്തുന്ന ഒരു പരിപാടി. ഇതിനപ്പുറത്ത് എനിക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ ഷോ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് അണിയറ പ്രവർത്തകർ ഒരുപാട് നല്ല രീതിയിൽ തന്നെ അണിയറയിൽ ഒരുപാട് പേരുണ്ട്. പിന്നെ അമൃത TV, ഈ ചാനലിനെ പറ്റി പറയണ്ടല്ലോ. എന്തായാലും നമുക്ക് ആദ്യം തന്നെ വിളിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട അഫ്സൽ. വിളിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ അഫ്സൽ. വളരെ സന്തോഷമുണ്ട് ഗോപിക ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിൽ. നാദർഷിക്കായി കാണാൻ പറ്റി, നമ്മുടെ റിമിയുണ്ട്, കോട്ടയം നസീറുണ്ട്. അപ്പൊ സത്യത്തിൽ ഞാൻ മാപ്പിളപ്പാട്ടുകളാണ് പാടിയിട്ട് തുടങ്ങിയത്. പക്ഷെ ഇന്ന് മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കൂടെ മലയാള സിനിമയിലെ ആസിഫ് അലി വന്നിട്ടുണ്ട്. ആസിഫിനെ വിളിക്കാം. ഹായ്, നമസ്കാരം, ഞാൻ ആസിഫ്. ഞാൻ ആക്ച്വലി ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ എത്തിപ്പെട്ടതാണ്. എനിക്ക് എന്താ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മള് കൊറേ പേര് ഇവിടെ കൊണ്ടുവന്നല്ലോ. ഇനി ആരൊക്കെയാണുള്ളത്? ഇനിയാണ് ട്വിസ്റ്റ്. കാരണം തമിഴ് സിനിമയിലെ താരം, നമ്മുടെ മലയാള സിനിമയുടെ താരം കൂടിയാണ് നമ്മുടെ ബാല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ ബാല. ഗോപിക, ഞാൻ മലയാളത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ച പടം കലബമാണ്. നാദർഷിക, നസീർക്ക, റിമി, എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സന്തോഷം. അടുത്ത ആരാണ് വരുന്നേക്ക? ഇനി നമുക്ക് നമ്മുടെ പ്രിയ സുഹൃത്ത് രമേശ് പിഷാരടിയെ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. കാരണം കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു വേദിയിൽ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇന്ന് ഈ ഒരു വേദിയിൽ എൻ്റെ കൂടെ ഞാൻ വേറൊരാളെ ഇവിടെ ക്ഷണിക്കുകയാണ്. അത് മറ്റാരുമല്ല, അത് PC ജോർജ് സാറാണ്. ഏതൊരു വേദിയിലും സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല എന്നാണ് പറയാറുള്ളത്. ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ സാറ് വന്നു. നമസ്കാരവും മറ്റേ അല്ലേ, ഞാനിവിടെ വരത്തില്ലെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു എൻ്റെ വായ നല്ല പുളിച്ച് തെറിയാൻ പറഞ്ഞു. ആ പറഞ്ഞവിടെ തന്തയായിരിക്കും പറഞ്ഞു, അല്ല ഞാനേ മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ കരിവാരത്തേക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടേക്ക്. ഗോപികൊന്ന് മനസ്സിലാക്കണം. എൻ്റെ വായന എപ്പോഴെങ്കിലും ചെറ്റവർത്തമാനം പറയുന്നത് അല്ല. ഞാൻ എപ്പോഴെങ്കിലായിട്ട് നസീർ പറയണം, ഞാൻ എപ്പോഴെങ്കിലായിട്ട് മോശം വർത്താനം പറയുന്നത്. ഞാൻ കുടുംബത്തിൽ പിറന്നവനാ, എന്നിട്ടാ ഈ തെണ്ടികൾ ചെറ്റവർത്താനം പറയുന്നത്. എൻ്റെ വായന എപ്പോഴും തെറിയായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. വേറെ ഏത് സൗണ്ടാണത്? പിന്നെ നമ്മുടെ ടിനിച്ചേട്ടന്റെ വോയിസ്. എല്ലാവർക്കും നമസ്കാരം. ഈ ഗോപിക, ഈ ശബ്ദങ്ങൾ അനുകരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. കുറെ ആൾക്കാർ വിചാരിക്കുന്നു ഇത് ഭയങ്കര ഈസിയാണെന്ന്. അതുപോലെ ഈ കുട്ടികളുടെ ശബ്ദം ചെയ്യുക, ഫീമെയിൽ വോയിസ് ചെയ്യുക, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരുപാട് ശബ്ദങ്ങൾ ചെയ്യുക എന്നുള്ളതിലല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ശബ്ദങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്തോട്ട് ഒരു പരകായ പ്രവേശനം നടത്തുക, അതാണ് വേണ്ടത്. അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ കലാകാരന്മാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഈ ശബ്ദത്തിന്റെ സാമ്യം എന്നതിലുപരിയേ എന്താ പറയാ നാദർഷിക, അവരുടെ ഒരു രീതി, ശൈലി സ്ഥിരം
ഓരോരുത്തർ ഇപ്പൊ ടിനി ആണെങ്കിലും ഞാനാണെങ്കിലും നസീർ ആണെങ്കിലും ഇപ്പൊ പരിചയമുള്ള നമ്മളുടെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ രമേഷ് പിഷാരടി വന്നിട്ട് രമേഷ് പിഷാരടിയുടെ ശബ്ദം മാത്രമല്ല അവൻ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. അതാണ് ആ വാക്കുകൾ കൃത്യമാണ്, കറക്റ്റ് ആണ്. ഒറ്റ വാക്കുള്ളൂ. സാധാരണഗതിയിൽ ധൈര്യമായിട്ട് ഒരു സ്റ്റേജ് ഷോയ്ക്ക് കൊണ്ടുപോയി ഗ്യാരണ്ടിയോട് കൂടി നിർത്താൻ പറ്റിയ മിമിക്രി ആർട്ടിസ്റ്റ്. താങ്ക് യു. ഇതിനെ കൂടുതൽ ഒരു കമന്റും പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും സന്തോഷായില്ലേ? ഒരുപാട് സന്തോഷം.